രംഗനാഥൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ രംഗനാഥൻ, ഇതാ ലോക ക്രിക്കറ്റിൽ പുതിയൊരു ചരിത്രം. അഫ്ഗാനിസ്ഥാൻ 2020 ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് കടന്നു വരുന്നു. എങ്ങനെയാണ് കാണേണ്ടത്? ഏറ്റവും ചരിത്രമായിട്ടുള്ള അഫ്ഗാൻ ക്രിക്കറ്റിന്റെ ഒരു ചരിത്രമായിട്ടുള്ള ഒരു നിമിഷം തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവർ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് BCCIയുടെയും ഇന്ത്യൻ ക്രിക്കറ്റിന്റെയും പിന്തുണയോടുകൂടി അവര് ചരിത്ര നേട്ടം, അതായത് T20 ലോകകപ്പിൽ സെമി ഫൈനൽ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അത് മാത്രമല്ല, അവരുടെ ലോകകപ്പ് പെർഫോമൻസ്, ഏകദിന ലോകകപ്പ് ഇന്ത്യയിൽ വെച്ച് നടന്നപ്പോഴും അവരുടെ പെർഫോമൻസ് ഏറ്റവും മികച്ചതായിരുന്നു. അതിന് ശരിവെക്കുന്ന രീതിയിൽ അവര് കരുത്തരായിട്ടുള്ള ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുന്നു ഈ ലോകകപ്പിൽ, കൂടാതെ ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തുന്നു. ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ടീമായിട്ട് അഫ്ഗാന് മാറാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഏറ്റവും എടുത്തു പറയേണ്ടത് അവരുടെ ഒരു ബോളിംഗ് അറ്റാക്കും, അത് റഷീദ് ഖാൻ എന്നുള്ള ലോകോത്തര സ്പിന്നറായിട്ടുള്ള റഷീദ് ഖാൻ നയിക്കുന്ന നവീൻ ആയാലും ഫാസ്റ്റ് ബോളിംഗ് ആയാലും ബോളിംഗിന്റെയും ബാറ്റിംഗിന്റെയും കാര്യത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ അവർക്ക് പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചു. IPL-ഉം രംഗനാഥൻ, എനിക്ക് തോന്നുന്നു അവരുടെ ബൗളിംഗ് നിര, താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ റാഷിദ് ഖാനെ കുറിച്ചായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ അഫ്ഗാനിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ലോകകപ്പിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറാണ് ഫസലുല്ല ഫറൂഖി, അഫ്ഗാന്റെ മിന്നുന്ന പേസ് ബോളറാണ്. ഒപ്പം തന്നെ നവീൻ ഉൾ ഹക്ക്, നമ്മുടെ IPL-ലൂടെ വളർന്നു വന്ന അഫ്ഗാന്റെ മറ്റൊരു മിന്നും പേസ് ബോളർ. അപ്പോൾ പുതിയ പുതിയ താരങ്ങൾ അവരിൽ ഇങ്ങനെ ഉയർന്നു വരികയാണ്. വളരെ ശരിയാണ്. കാരണം ഞാൻ അതാണ് പറയാൻ വന്നത്. കാരണം അവരുടെ ഫാസ്റ്റ് ബോളിംഗ് അറ്റാക്ക് ആയാലും സ്പിന്നേഴ്സ് ആയാലും ലോകോത്തര നിലവാരത്തിലോട്ട് ഉയർന്നു. സാഹചര്യവും അതിന് അനുകൂലമായിട്ട് മാറുന്നു. പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലും നടന്ന ലോകകപ്പ് അവർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഫാസ്റ്റ് ബോളിംഗിൻ മികവും പിൻമികവും പുറത്തെടുക്കാനായിട്ട് സാധിച്ചു. അവരുടെ ബാറ്റിങ്ങിന്റെ കാര്യത്തിനായാലും റമണുള്ള, കൂടാതെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിവുള്ള താരങ്ങളായിട്ട് അവരുടെ ബാറ്റർമാരും മാറുന്നു. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ അഫ്ഗാന്റെ ആ ഒരു പോരാട്ട വീര്യം, മുന്നിടൊക്കെ പറഞ്ഞത് അട്ടിമറി വിജയം നേടുന്നു എന്നുള്ളതാണ്. ഇനി അതൊരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം അഫ്ഗാനിസ്ഥാൻ അതാണ് കറക്റ്റ്. അതാണ് കാരണം ഇന്നിപ്പോ ഓസ്ട്രേലിയ വരെ സെമിഫൈനലിൽ കാണാതെ പുറത്തായിരിക്കുന്നു. വമ്പൻ ടീമുകളായിട്ടുള്ള ന്യൂസിലാൻഡ് സെമിഫൈനലിൽ കാണുന്നില്ല. ഇങ്ങനെയുള്ള ടീമുകളെല്ലാം തന്നെ ഈ ലോകകപ്പിൽ തന്നെ അഫ്ഗാൻ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചിരുന്നു അല്ലേ? വളരെ ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ന്യൂസിലാൻഡിനെ പോലെയുള്ള ടീം, കൂടാതെ പാകിസ്ഥാനെ പോലെയുള്ള ഒരു ടീം, ഇവരൊന്നും സെമിഫൈനലിൽ കാണാതെ പോകുമ്പോൾ ആഭ്യന്തര യുദ്ധവും ആഭ്യന്തര കലാപവും എല്ലാം ആണെന്നിരുന്നു. അതാണ് ശ്രീരംഗനാഥൻ, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അതാണ്. മറ്റൊരു ടീമുകളുടെ ജയം പോലെയല്ല അഫ്ഗാനിസ്ഥാൻ ജയിക്കുമ്പോൾ സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത ഒരു നാട്ടിൽ നിന്നാണ് ആ മനുഷ്യർ ക്രിക്കറ്റ് കളിക്കാൻ വന്നത്, ലോകം കീഴടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മധുരം സ്പോർട്സിനപ്പുറത്തേക്ക് വലിയ സന്ദേശങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. വളരെ ശരിയാണ്. അതാണ് സ്പോർട്സ്. ഇന്നലെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി. കാരണം എല്ലാം ഒരു AK-47 എല്ലാം വെച്ച് ആഘോഷിക്കുന്നു അഫ്ഗാന്റെ വിജയം. അപ്പൊ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് ലോകകപ്പിൽ സെമിഫൈനൽ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളത് തീർത്തും ഏറ്റവും അഭിമാനിക്കാവുന്ന, അഫ്ഗാനിസ്ഥാൻക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിരയിലോട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ക്രിക്കറ്റിന് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇല്ലെങ്കിലും അവരുടെ എല്ലാ താരങ്ങളും അവരുടെ ആ പരിമിതി വെച്ച് പെർഫോം ചെയ്ത് ഈ നിലവാരത്തിലോട്ട് ഉയർന്നത് തീർച്ചയായിട്ടും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒറ്റ കാര്യം കൂടി ശ്രീ രംഗനാഥൻ, ഇനിയിപ്പോൾ സൗത്ത് ആഫ്രിക്കയാണ്, അതെ സൗത്ത് ആഫ്രിക്ക തന്നെയാണ് അവരുടെ സെമി ഫൈനൽ എതിരാളി. ആ മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു സാധ്യതകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, സെമി ഫൈനൽ എന്നുള്ള ഏത് ടീം തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിലും സമ്മർദ്ദം ഇരു ടീമുകൾക്കും തുല്യമാണ്. അത് മാത്രമല്ല, ഇപ്പൊ വലിയ ടീം ചെറിയ ടീമെന്ന് ഇനി അഫ്ഗാനെ നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന്റെ ഒരു കരുത്തുണ്ടല്ലോ, അത് അഫ്ഗാന് കുറച്ച് മുൻതൂക്കം നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണ്. അത് മാത്രമല്ല, സൗത്ത് ആഫ്രിക്ക ഇപ്പൊ സമ്മർദ്ദത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരെ ഏറ്റുമുട്ടുന്നത് ഏറ്റവും വിജയിച്ചു വരുന്ന അഫ്ഗാൻ ടീമിനെയാണ്. അപ്പൊ അവരുടെ പോരാട്ട വീര്യം നമുക്ക് ഒരിക്കലും കുറഞ്ഞ് കാണാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് കുട്ടി ക്രിക്കറ്റ് എന്നുള്ള T20 ഫോർമാറ്റ്. താങ്ക് യു ശ്രീ രംഗനാഥൻ സംസാരിച്ചതിന്.